ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ചിങ്ങുകളാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, തുടക്കക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. നിങ്ങളുടെ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇതാണ് ഞാൻ ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഇതേ കണക്ക് അതിനുശേഷം നമ്മുടെ കൈ ഇതേ കണക്ക് ഉയർത്തിയിട്ട് നിങ്ങളുടെ തല, നമ്മുടെ കഴുത്ത്, നമ്മുടെ നെക്കിൻ്റെ സ്ട്രെച്ചിങ്ങാണ് ആദ്യം ചെയ്യുന്നത്. ജസ്റ്റ് അടുത്ത കൈ കൊണ്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക മാക്സിമം. ഓക്കെ, 30 സെക്കൻഡോളം നമ്മൾ ഇതിനകത്ത് സ്ട്രെച്ചിങ് പൊസിഷനിലിരിക്കുക. നിങ്ങൾക്ക് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. നല്ല സ്ട്രെച്ചിങ്ങാണ് നിങ്ങളുടെ കഴുത്ത് ഭാഗത്തിന്. റിലാക്സ് സ്ലോലി. ഓക്കെ, 30 സെക്കൻഡ് സ്ട്രെച്ചിങ്. അതിനുശേഷം വീണ്ടും അടുത്ത ഭാഗത്തോട്ട് ഇതേപോലെ സാവധാനത്തിൽ സ്ട്രെച്ച്. നൈസ് സ്ട്രെച്ച്. നോർമലി ബ്രീത്തിങ്. 30 സെക്കൻഡോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. വെരി നൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രെച്ചിങ്. രണ്ടാമത്തെ സ്ട്രെച്ചിങ്ങിലോട്ട് പോവാം. രണ്ടാമത്തെ സ്ട്രെച്ചിങ് വളരെ സാവധാനം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വരാം. ഓക്കെ, നിങ്ങളുടെ കൈകൾ ബാക്കിലോട്ട് കണക്ക് മാക്സിമം കൊണ്ടുപോയിട്ട് ഇതേപോലെ നമ്മുടെ ചെസ്റ്റ് അപ്പ് ചെയ്ത് ബാക്കിലോട്ട് സ്ട്രെച്ച്. ഷോൾഡർ ബ്ലേഡും നമ്മുടെ ചെസ്റ്റ് മസിലും നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നൈസ്. ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിക്കുക. നൈസ്. നമുക്ക് മൂന്നാമത്തെ സ്ട്രെച്ചിങ്ങിലോട്ട് പോകാം. ഇതേ പൊസിഷനിൽ വന്നിട്ട് പതുക്കെ നമ്മുടെ കൈകൾ മുമ്പോട്ട് കൊണ്ടുപോവുക. മാക്സിമം മുമ്പോട്ട് സ്ട്രെച്ച്. നിങ്ങളുടെ ലോവർ ബാക്ക്, അപ്പർ ബാക്ക്, ഷോൾഡറിനൊക്കെ നല്ല സ്ട്രെച്ചിങ് ആണ്. 30 സെക്കൻഡ് ഇതേ പൊസിഷനിൽ മാക്സിമം സ്ട്രെച്ച്. നൈസ് സ്ട്രെച്ച്. ഓക്കെ, 30 സെക്കൻഡ്. അതിനുശേഷം നമ്മുടെ കാൽമുട്ടുകൾ പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. വെരി ഗുഡ് സ്ട്രെച്ച്. 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നോർമൽ ബ്രീത്തിങ്. സാവധാനം നിങ്ങൾ ബ്രീത്ത് ചെയ്യുക. ലോവർ ബാക്ക്, അപ്പർ ബാക്ക്, നിങ്ങളുടെ ഗ്ലൂട്ട്സിനൊക്കെ നല്ല സ്ട്രെച്ചിങ് ആണ്. 30 സെക്കൻഡ്. ഓക്കെ, നൈസ്. ഇതേപോലെ കിടക്കാമതിന് ശേഷം കൈകൾ ഇതേപോലെ വെക്കാം. അതിനുശേഷം സാവധാനത്തിൽ സ്ട്രെച്ച് യുവർ ലോവർ ബാക്ക്. നൈസ്. 5 പ്രാവശ്യം ചെയ്യുക. സ്ട്രെച്ച്. ബ്രീത്തിങ്. സ്ട്രെച്ച് ആൻഡ് ബ്രീത്ത് ഔട്ട്. ലോവർ ബാക്കിന് വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് ആണ്. ഫോർ. സാവധാനത്തിൽ താഴ്ത്തി വരിക. ഗുഡ്. സ്ട്രെച്ച് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, 5 പ്രാവശ്യം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അടുത്ത സ്ട്രെച്ചിങ് പൊസിഷനിലോട്ട് വരും. ഇതേപോലെ കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ കാൽമുട്ടുകൾ ഇതേപോലെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ട് മാക്സിമം ഉള്ളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ ഗ്ലൂട്ട്സിനും ലോവർ ബാക്കിനും വളരെ നല്ല സ്ട്രെച്ചിങ് ആണ്. നൈസ് സ്ട്രെച്ചിങ്. മാക്സിമം സ്ട്രെച്ച് ആവട്ടെ.
കൈകൾ കൊണ്ട് മാക്സിമം ചെസ്റ്റിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. വെരി നൈസ്. സാവധാനം താഴോട്ട് വരാം. ഇതേപോലെ ഒരു കാല് മറ്റേ കാലിന് മുകളിലോട്ട് കയറ്റി വെക്കാം. അതിനുശേഷം കൈകൾ കൊണ്ട് പതുക്കെ സൈഡിലോട്ട് നിങ്ങൾക്ക് പിടിക്കാം. സ്ട്രെച്ച്. ഗ്ലൂട്ട്സിന് നല്ല സ്ട്രെച്ചിങ് ആണ്. ഗ്ലൂട്ട്സ് ആൻഡ് ഹിപ്പിന് നല്ല സ്ട്രെച്ചിങ് ആണ്. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. മാക്സിമം പിടിച്ച് അങ്ങനെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോർമൽ ബ്രീത്തിങ്. 30 സെക്കൻഡ് ഹോൾഡ്. വീണ്ടും അടുത്ത കാര്യം മാക്സിമം സ്ട്രെച്ച്. ഓക്കെ, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. വെരി നൈസ് സ്ട്രെച്ച്. നമ്മുടെ ഗ്ലൂട്ട്സിന് നല്ല സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഗ്ലൂട്ട്സിനും ഹിപ്പിനുമാണ് ഇതിൻ്റെ സ്ട്രെച്ചിങ്ങിൻ്റെ ഫലം കിട്ടുന്നത്. നൈസ്. അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോവാം. ഇതേപോലെ കിടന്നിട്ട് നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെച്ച് സൈഡിലോട്ട് മാക്സിമം ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. നല്ല സ്ട്രെച്ചിങ് ആണ്. ലോവർ ബാക്കിന്, ഗ്ലൂട്ട്സിന്, ഹാംസ്ട്രിങ്ങിന് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു സൈഡിൽ 5 പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 നൈസ് 4 വളരെ സ്ലോയിലായിരിക്കണം ചെയ്യുന്നത്. നൈസ്. ഇതേപോലെ ചെയ്യാം. നല്ല സ്ട്രെച്ചിങ് ആണ്. ഇത് തുടക്കക്കാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജോയിൻറ്റ്സ് മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, മസിൽ റിക്കവറി ഒക്കെ സാധ്യമാക്കാൻ സഹായിക്കുന്ന സ്ട്രെച്ചിങ്ങുകളാണ്. നോർമൽ ബ്രീത്തിങ്. സാവധാനം. ഇതേപോലെ നിങ്ങൾക്ക് ഒരു സൈഡിൽ 5 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വരാം. ഓക്കെ, ഇതേ കണക്കിരിക്കുക. സ്ക്വാട്ടിൻ്റെ പൊസിഷൻ. അതിനുശേഷം കൈകൾ ഇതേപോലെ കുത്തി നിങ്ങൾക്ക് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഇതേ കണക്ക് 1 സാവധാനം സ്ക്വാട്ട് പൊസിഷൻ. വീണ്ടും മുകളിലോട്ട് അപ്പ്. നമ്മുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സിന് വളരെ നല്ല സ്ട്രെച്ചിങ് ആണ്. ലോവർ ബാക്കിന് നല്ല സ്ട്രെച്ചിങ് ആണ്. 5 പ്രാവശ്യം ചെയ്യാം. 3 നൈസായിട്ട്. നൈസ് 4 സാവധാനം സ്ക്വാട്ട് പൊസിഷൻ. വീണ്ടും വളരെ സ്ലോലി നൈസ് സ്ട്രെച്ചിങ്. slowly stretch. അതിനുശേഷം ഇത് കണക്ക് വീണ്ടും നിങ്ങൾക്ക് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ മുമ്പോട്ട് വെച്ച് ബാക്കിലത്തെ കാല് നല്ല സ്ട്രെയിറ്റ് ആവട്ടെ. ഫ്രണ്ടിലത്തെ കാലത്ത് ഇതേപോലെ സ്ട്രെച്ച്. 30 സെക്കൻഡ് ഹോൾഡ്. സ്ട്രെച്ച്. ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് നോക്കുക. വളരെ നല്ലതാണ്. ഒരു നൈസ് മൂവ്. സ്ട്രെച്ച് ആൻഡ് മൂവ്. നൈസ്. അതിനുശേഷം നമ്മുടെ കാലിൻ്റെ മുട്ട്, ബാക്ക് കാലിൻ്റെ മുട്ട് താഴോട്ട് കുത്തി ഇതേപോലെ നമ്മുടെ കൈ വെച്ചിട്ട് സ്ട്രെച്ച്. നൈസ്. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക.
30 സെക്കൻഡ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. നിങ്ങളുടെ കാലുകൾ ഇതേ കണക്കാക്കി നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ഐസിന് ഹാംസ്ട്രിങ്ങിനൊക്കെ നല്ല ഒരു സ്ട്രെച്ചിങ് പൊസിഷനാണിത്. നിങ്ങളുടെ പെൽവിക് ബോൺസ് സ്ട്രെച്ചിങ് ആണ്, പെൽവിക് മസിൽസിന് നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. നൈസ്. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കാലുകൾ മുമ്പോട്ട് വെച്ച് മറുകാല് ബാക്കിലോട്ട് സ്ട്രൈറ്റ് ആയിട്ട് കൈകൾ ഇതേ നമുക്ക് കുത്തി സ്ട്രെച്ച്. അതൊക്കെ മൂവ് ചെയ്യുക. സ്ട്രെച്ച് ആൻഡ് മൂവ്. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നൈസ് സ്ട്രെച്ച്. ഗ്ലൂട്ട്സ് ഹാംസ്ട്രിങ്ങിനൊക്കെ നല്ല സ്ട്രെച്ചിങ് ആണ്. വീണ്ടും കാലിൻ്റെ മുട്ട് താഴെ കൂത്തുക, ബാക്ക് കാലിൻ്റെ. അതിനുശേഷം കൈകൾ ഇതേപോലെ വെച്ച് സ്ട്രെച്ച്. 30 സെക്കൻഡ്. 30 സെക്കൻഡ് ഹോൾഡ്. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലിരിക്കുക. അത് കാലുകൾ ചേർത്ത് സൈഡിലോട്ട് സ്ട്രെച്ച്. 2 3 4 10 പ്രാവശ്യം ആവർത്തി ചെയ്യുക. നിങ്ങളുടെ ഹിപ്പ് മസിലിന് നല്ല സ്ട്രെച്ചിങ് ആണ്. 6 7 നൈസ് 8 9 and 10. ഈസി. ബ്രീത്തിങ് നോർമലായിട്ട് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. നൈസ്. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. വീണ്ടും സ്ക്വാട്ട് പൊസിഷൻ. കാലിൻ്റെ വെല്ലുവിളി പിടിച്ചുകൊണ്ട് ഇതേക്കുള്ള പൊസിഷൻ. അതിനുശേഷം ഇതേക്കണം സ്ട്രെച്ച്. നൈസ്. സപ്പോർട്ട് വരിക. സ്ക്വാട്ട് പൊസിഷൻ. വീണ്ടും സ്ട്രെച്ച്. ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും ലോവർ ബാക്കിനൊക്കെ വളരെ നല്ല സ്ട്രെച്ചിങ് ആണ്. 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സ്ട്രെച്ചിങ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇത് വീട്ടിൽ ഫോളോ ചെയ്യാം.